നമസ്കാരം. പ്രമാദമായ നടിയെ ആക്രമിച്ച കേസ് വിധിയിലേക്ക് കടക്കുന്നു. കേസിൽ വാദങ്ങളെല്ലാം കഴിഞ്ഞതോടെ വിചാരണ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതുവരെയുള്ള വാദത്തിൽ ആവശ്യമെങ്കിൽ കോടതി വ്യക്തത തേടും. ഇതിനായി കേസ് മെയ് 21-ന് വീണ്ടും പരിഗണിക്കും. അതിനുശേഷം വിചാരണ കോടതി കേസിലെ വിധി പറയാനായി മാറ്റും. 7 വർഷവും 1 മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ദിലീപിന്റേത് ഉൾപ്പെടെയുള്ള പ്രതിഭാഗം വാദമാണ് ആദ്യം പൂർത്തിയായത്. പിന്നാലെ പ്രോസിക്യൂഷന്റെ മറുപടി വാദവും 10 ദിവസത്തിനകം പൂർത്തിയാക്കി. 2017 ഫെബ്രുവരി 17-നാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിനിരയാകുന്നത്. കൊട്ടേഷൻ നേതാവ് പൾസർ സുനിയാണ് കേസിലെ മുഖ്യ പ്രതി. ആക്രമണം നടന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ഗൂഢാലോചനയാണോ ആക്രമണത്തിന് പിന്നിലെന്ന സംശയം ഉയർന്നിരുന്നു. പൾസർ സുനി ജയിലിലിരുന്ന നടൻ ദിലീപിനായി എഴുതിയ കത്ത് പുറത്തായതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവാകുന്നത്. കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. കുടുംബജീവിതം തകർത്തതിലുള്ള വൈരാഗ്യത്തിന് ദിലീപ് കൊടുത്ത കൊട്ടേഷൻ പ്രകാരമാണ് നടിയെ ആക്രമിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിലീപ് 84 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യത്തിലിറങ്ങിയത്. കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് CBI അന്വേഷണം ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദിലീപ് ഹർജി നൽകിയത്. എന്നാൽ കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലാണ് എന്ന് കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ P. കൃഷ്ണകുമാർ, A. മുഹമ്മദ് മുസ്താഖ് എന്നിവർ അടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ദിലീപിന്റെ ഹർജി തള്ളിയത്. നേരത്തെ സിംഗിൾ ബെഞ്ചും ദിലീപിന്റെ ഹർജി തള്ളിയിരുന്നു. 2019-ലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ച് ഹർജി നിരസിച്ചതിന് ശേഷമാണ് ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകിയത്. ദിലീപിന്റെ ഹർജി സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു. കഴിഞ്ഞ 6 വർഷമായി ദിലീപ് ഹർജി നൽകിയിട്ടില്ല എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. കേസിന്റെ പുരോഗതിയിൽ ദിലീപ് പോലും താല്പര്യം കാണിച്ചിരുന്നില്ലെന്നും അങ്ങനെ ഒരു കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ നിലപാട്. ദിലീപ് ഉൾപ്പെടെ 9 പ്രതികളാണ് കേസിലുള്ളത്. 2018 മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. അതേസമയം കൊച്ചിയിൽ നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടനും കേസിലെ 8ാം പ്രതിയുമായ ദിലീപാണെന്ന് കേസിലെ മുഖ്യ പ്രതി പൾസർ സുനി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. 1.5 കോടി രൂപയാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്നും ഇനിയും 80 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നുമുള്ള സുനിയുടെ വെളിപ്പെടുത്തൽ ഒരു ന്യൂസ് ചാനലിലൂടെ പുറത്തു വന്നിരുന്നു. കേസിൽ വാദം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെയായിരുന്നു 1ാം പ്രതിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്താൻ നിർദ്ദേശിച്ചു. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അതിജീവിതയോട് പറഞ്ഞിരുന്നു. അക്രമം ഒഴിവാക്കാൻ പണം തരാമെന്ന് അവർ പറഞ്ഞു. ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നുവെന്നും സുനി വെളിപ്പെടുത്തുന്നു. ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണം. അക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു. എല്ലാം തത്സമയം വേറെ ചിലർ അറിയിക്കുന്നുണ്ടായിരുന്നു. കേസിൽ പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കുരുക്കായി. വേറെയും നടിമാരെ ആക്രമിച്ചതായും പൾസർ സുനി വെളിപ്പെടുത്തി. കേസിൽ നിർണായകമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ കൈവശമുണ്ടെന്ന സൂചനയും സുനി നൽകിയിട്ടുണ്ട്. ആ ഫോൺ എവിടെയാണെന്ന് ഇയാൾ വെളിപ്പെടുത്തിയിട്ടില്ല.